ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 24-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരും ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSCയുടെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു എക്സാമിൽ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ വരാൻ പോകുന്ന CPO, WCPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു CPO റാങ്ക് ഫയൽ. റാങ്ക് ഫയൽ സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. നിങ്ങൾക്ക് 230 രൂപയ്ക്ക് ഈ ഒരു 230 രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഓഫറോട് കൂടി തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ആർമി മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കാം. ലഫ്റ്റനന്റ് ജനറൽ CG മുരളീധരനാണ്. ആരാണ്? CG മുരളീധരനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. 2025 ഒക്ടോബറിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. 2025 ഒക്ടോബറിലാണ് അദ്ദേഹം നിയമിതനായത്. എന്താണ്? ആർമി മെഡിക്കൽ സർവീസസിലെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അപ്പോൾ അദ്ദേഹം ഒരു മലയാളിയാണ്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. CG മുരളീധരൻ അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പോൾ ഒരു മലയാളിയാണ് ഇത്രയും വലിയ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ആയിട്ടാണ്. എന്തിൻ്റെയാണ്? ആർമിയിലെ മെഡിക്കൽ സർവീസസിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ശബരിമല സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ആരെന്നാണ് ഓർത്തുവെക്കാം. ദ്രൗപദി മുർമു ആണ്. ആരാണ്? ദ്രൗപദി മുർമു ആണ്. എന്താണ്? ശബരിമല സന്ദർശനം നടത്തിയിട്ടുള്ള ആദ്യ വനിതാ രാഷ്ട്രപതിയാണ്. ആരാണ്? ദ്രൗപദി മുർമു. അപ്പോൾ നമുക്കറിയാം എന്താണ്, കുറച്ച് നാളത്തേക്ക് കേരളത്തിൽ തന്നെ ഉണ്ടാകും ദ്രൗപദി മുർമു. അതുവഴി തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. KR നാരായണന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാനുണ്ട്. അതേപോലെ കോട്ടയത്തും പത്തനംതിട്ടയിലുമായിട്ടൊക്കെ നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ശബരിമല ദർശനം നടത്തിയത്. ഈ ഒരു ദർശനത്തോടു കൂടി ആദ്യ വനിതാ രാഷ്ട്രപതി ആയിരിക്കുകയാണ്. എന്താണ്? ശബരിമല സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ആയിരിക്കുകയാണ് ദ്രൗപദി മുർമു. നമ്മുടെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു. എന്നാണ് ശബരിമല സന്ദർശനം നടത്തിയത്? 2025 ഒക്ടോബർ 22-നാണ് ഈ ഒരു സന്ദർശനം നടത്തിയത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 ഒക്ടോബറിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ആരെന്നാണ് ഓർത്തുവെക്കുക. നീരജ് ചോപ്രയാണ്. ആരാണ്? നീരജ് ചോപ്രയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി, ഈ ഒരു പദവി ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ മാസം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് നൽകിയിരിക്കുകയാണ്. ആ ഒരു ആദരവ് നൽകിയിരിക്കുകയാണ്. എന്താണ്? നമ്മുടെ ആർമി ലെഫ്റ്റനന്റ് കേണലായിട്ടാണ്. ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദവി അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാണ് 2025 ഒക്ടോബറിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഇനി നീരജ് ചോപ്ര അദ്ദേഹം ഏത് കായിക ഇനമാണെന്ന് നമുക്കറിയാം. എന്താണ്? ജാവലിൻ ത്രോ താരമാണ്. ആരാണ്? നീരജ് ചോപ്ര. നമ്മൾ നിരവധി തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 2016 അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ നായി സുബേദാർ ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം 2021 അദ്ദേഹത്തിന് സുബേദാർ ആയിട്ട് അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 2022 അതെന്തായിട്ട് മാറി? 2022 അത് സുബേദാർ മേജർ ആയിട്ട് പദവി ലഭിക്കുകയും ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന് ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പദവി നൽകി അദ്ദേഹത്തിന് ആദരിച്ചിരിക്കുകയാണ്. ഏത് താരത്തെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്രയാണ്. ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം. 2018 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു. എന്നാണ്? 2018 അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു. 2021 അദ്ദേഹത്തിന് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി 2022 നീരജ് ചോപ്രയ്ക്ക് പത്മശ്രീ ലഭിക്കുന്നത്. 2022 നീരജ് ചോപ്രയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. 2018 എന്താ ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക. അർജുന അവാർഡാണ്. 2021 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചു. 2022 പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത്.
ലഭിക്കുന്നത്. ഇനി 2 ഒളിമ്പിക് മെഡലുകളുടെ ഉടമ കൂടിയാണ് ആരാണ്? ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്ര എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ 2025 ഒക്ടോബറിലാണ് ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി നമ്മുടെ രാജ്യം ആരെയാണ്? ജാവലിൻ ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്രയെ ആദരിച്ചത്. ഇനി ഒരു കരാറുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. എന്ത് കരാറാണെന്ന് ചോദിച്ചാൽ ധാതു കരാറാണ്. അപ്പോൾ ധാതുക്കളുടെ മൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറാണ്. അപ്പോൾ ഈ ഒരു കരാറിൽ അടുത്തിടെ ഒപ്പുവെച്ച 2 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഓർത്ത് വെക്കുക? ഓസ്ട്രേലിയയും അതേപോലെ US-ഉമാണ്. എന്താണ്? ഓസ്ട്രേലിയയും അതേപോലെ US-ഉം ചേർന്നിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്താണ്? ധാതു കരാറിലാണ്. അതായത് ധാതുക്കളുടെ മൈനിങ് ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറിലാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഒപ്പുവെച്ചതെന്ന് ഓർത്ത് വെക്കുക? ഓസ്ട്രേലിയയും അതേപോലെ US-ആണ്. US-ന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും അതേപോലെ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി അൽബനീസും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചൈന എന്താണ് അവരുടെ സ്വന്തം രാജ്യത്തുള്ള ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട് കുറേയധികം വിദേശ വ്യാപാരം നടത്തുന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ആൾക്കാർ വന്ന് ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊക്കെ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു മറുപടിയായി അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിനെ ഒന്ന് തരണം ചെയ്യുന്ന രീതിയിലാണ് US-ഉം ഓസ്ട്രേലിയയും ചേർന്നിട്ട് ഇപ്പോൾ ഈ ഒരു കരാറിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ധാതു ഖനന കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US-ഉം അതേപോലെ ഓസ്ട്രേലിയയുമാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ചന്ദ്രയാൻ 2-ന്റെ ഒരു പേലോഡുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. സൂര്യന്റെ കൊറോണൽ മാസ് എജക്ഷൻ ചന്ദ്രനിൽ ചെലുത്തുന്ന സ്വാധീനം ആദ്യമായി നിരീക്ഷിച്ച ചന്ദ്രയാൻ 2-ന്റെ പേലോഡ് ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക ചേസ് 2 എന്നുള്ള പേലോഡാണ്. അപ്പോൾ ചേസ് 2 എന്നുള്ള ഈ ഒരു പേലോഡാണ് ഇങ്ങനെ ഒരു കാര്യം സാധ്യമാക്കിയിരിക്കുന്നത്. എന്താണ്? സൂര്യന്റെ കൊറോണൽ മാസ് എജക്ഷൻ ചന്ദ്രനിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നുള്ളതാണ് നിരീക്ഷിച്ചിരിക്കുന്നത്. ഇനി ചേസ് 2-ന്റെ ഫുൾ ഫോം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ 2 എന്നുള്ളതാണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക? ചന്ദ്രാസ് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ എക്സ്പ്ലോറർ 2 എന്നുള്ളതാണ് ചേസ് 2-ന്റെ പൂർണ്ണരൂപം. അപ്പോൾ ചന്ദ്രയാൻ 2-ന്റെ പേലോഡാണ് ചേസ് 2 എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി എന്നാണ് ചന്ദ്രയാൻ 2 ലോഞ്ച് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2019 ജൂലൈ 22-നാണ് എന്താണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ 2 2019 ജൂലൈ 22-ന് വിക്ഷേപിച്ചത്. ഇനി ചന്ദ്രയാൻ 3-യുടെ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സെപ്പറേറ്റ് ഒരു വീഡിയോ വരെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത്? ആ ഡേറ്റ് എന്തായാലും ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കാം. 2023 ജൂലൈ 14-നാണ് എന്താണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? ചന്ദ്രയാൻ 2-ന്റെ ഒരു പേലോഡുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. എന്താണ് പ്രത്യേകത? സൂര്യന്റെ കൊറോണൽ മാസ് എജക്ഷൻ ചന്ദ്രനിൽ ചെലുത്തുന്ന സ്വാധീനം ആദ്യമായി നിരീക്ഷിച്ച ചന്ദ്രയാൻ 2-ന്റെ പേലോഡാണ് ചേസ് 2 എന്നുള്ള പേലോഡ്. അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. 2025 US ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആരെന്നാണ് ഓർത്തു വെക്കുക? മാക്സ് വെസ്റ്റപ്പൻ ആണ്. ആരാണ്? മാക്സ് വെസ്റ്റപ്പൻ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തിൽ എന്താണ് മാക്സ് വെസ്റ്റപ്പന്റെ ഒരു മികച്ച നേട്ടമാണ് 2025-ലെ US ഗ്രാൻഡ് പ്രിയിൽ അദ്ദേഹത്തിന് ജേതാവാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു മത്സരങ്ങളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്താണ് വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 2025-ലെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. US ഗ്രാൻഡ് പ്രിയിലാണ് ആരാണ് ജേതാവായിരിക്കുന്നത്? മാക്സ് വെസ്റ്റപ്പൻ ആണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ നീന്തൽ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരെന്നാണ് ഓർത്തു വെക്കുക? അരിയാർനെ ടിറ്റ്മസ് ആണ്. ആരാണ്? അരിയാർനെ ടിറ്റ്മസ് ആണ്. അപ്പോൾ എന്താണ്? മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക അരിയാനെ ടിറ്റ്മസ് നീന്തൽ താരമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഒരു സ്വിമ്മിംഗ് താരമാണ്. ചിലപ്പോൾ PSCക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെയായിട്ടും ചോദിക്കാം. ആരാണ് ഈ ഒരു നീന്തൽ താരം എന്ന് ചോദിച്ചാൽ എന്താണ്? അരിയാനെ ടിറ്റ്മസ് ആണ്. അല്ലെങ്കിൽ അരിയാനെ ടിറ്റ്മസിന്റെ കായിക ഇനം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? നീന്തൽ എന്നുള്ളത് മാർക്ക് ചെയ്യുക. ഈ പാരീസ് ഒളിമ്പിക്സ് 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ 4 മെഡലുകൾ ആര് നേടിയിട്ടുണ്ട്? അരിയാന നേടിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 സ്വർണ്ണ മെഡലും അതേപോലെ 2 വെള്ളി മെഡലുമാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ നേടിയത്. ആകെ 8 ഒളിമ്പിക്സ് മെഡലുകൾ നേടിയിട്ടുണ്ട്. ആകെ എത്രയാണ്? 8 ഒളിമ്പിക്സ് മെഡലുകൾ ആര് നേടിയിട്ടുണ്ട്? അരിയാനെ നേടിയിട്ടുണ്ട്. അതിൽ എത്രയാണെന്ന് ഓർത്ത് വെക്കുക? 4 എണ്ണം എന്താണ്? ഗോൾഡ് മെഡലാണ്. 4 എണ്ണം ഗോൾഡ് മെഡലാണ്. അതേപോലെ സിൽവർ മെഡൽ എത്രയാണ്? 3 ആണ്. ഇനി ഒരെണ്ണം എന്താണ്? ബ്രോൺസ് മെഡലുമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 8 ഒളിമ്പിക്സ് മെഡലുകളാണ് ആകെ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓസ്ട്രേലിയൻ താരമാണ് അരിയാർനെ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക.
ഇനി ഒരു ഭാഗ്യചിഹ്നമാണ് നമ്മൾ നോക്കുന്നത്. സാഫ് സീനിയർ ചാമ്പ്യൻഷിപ്പ് 2025 ഭാഗ്യചിഹ്നം എന്തെന്നാണ് ഓർത്തു വെക്കുക. ധാൽമ എന്നുള്ള ആനയാണ്. ധാൽമ എന്നുള്ള ഒരു ആനയാണ് എന്താണ് സാഫ് സീനിയർ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ SAAF സീനിയർ ചാമ്പ്യൻഷിപ്പ് 2025 ഭാഗ്യചിഹ്നം. ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ജാർഖണ്ഡിൽ വെച്ചാണ് നടക്കുന്നത്. എവിടെയാണ്? ജാർഖണ്ഡിൽ വെച്ചാണ് 2025 സാഫ് സീനിയർ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗ്യചിഹ്നവും അതേപോലെ ലോഗോയും ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ ഗാനവും ഒക്കെ ജാർഖണ്ഡ് സംസ്ഥാനം പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഭാഗ്യചിഹ്നം എന്താണെന്ന് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. ധാൽമ എന്നുള്ള ആനയാണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം. അടുത്തതൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക. ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് ആണ്. ആരാണ്? ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്. നമുക്കറിയാം ISRO ഫോം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ ഓർത്തു വെക്കുക ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന ഈ സ്ഥാപനത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ആരാണ്? ഏകനാഥ് വസന്ത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണത്തിനുള്ള സ്ഥലമായിട്ട് തുമ്പ എന്നുള്ള കേരളത്തിലെ പ്രദേശമായ തുമ്പ എന്നുള്ള പ്രദേശത്തെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ആരാണ്? ഏകനാഥ് വസന്ത് ചിറ്റ്നിസ്. അതേപോലെ അദ്ദേഹം 1981 മുതൽ 1985 വരെ ISROയുടെ അഹമ്മദാബാദിലുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിൽ എവിടെയാണെന്ന് ഓർത്തു വെക്കുക സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിൽ ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. ഇനി അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 1985 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. അപ്പോൾ ആരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്? ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? വളരെ പ്രശസ്തനായിട്ടുള്ളായിരുന്ന ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണത്. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിനൊക്കെ വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഏകനാഥ് വസന്ത്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളിലും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. 1981 മുതൽ 1985 വരെ ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിൽ അദ്ദേഹം ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 1985 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. ഇനി വരുന്ന 10th ലെവൽ എക്സാമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇനി ഏത് 10th ലെവൽ എക്സാം ആയാലും അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും SCRT NCRT പാഠഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. റാങ്ക് ഫയൽ സ്വന്തമാക്കുന്നതിനായി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇതുവരെ നമ്മൾ നോക്കിയ പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ആർമി മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരെന്നാണ്? മലയാളിയായിട്ടുള്ള ലെഫ്റ്റനന്റ് ജനറൽ CG മുരളീധരനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ശബരിമല സന്ദർശിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ആരെന്നാണ്? ദ്രൗപദി മുർമു ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ 2025 ഒക്ടോബറിലാണ് ശബരിമല ദർശനം വനിതാ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമു നിർവഹിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതിനുശേഷം നമ്മൾ നോക്കിയത് 2025 ഒക്ടോബറിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം ആരെന്നാണ്? നീരജ് ചോപ്രയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ജാവലിൻ ത്രോ താരമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2016 ഇന്ത്യൻ സൈന്യത്തിൽ അദ്ദേഹം അംഗമാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് 2025 ഒക്ടോബറിൽ ഈ ഒരു ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി നമ്മുടെ രാജ്യം ആദരിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന അവാർഡുകളും അദ്ദേഹത്തിന്റെ മെഡലുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടി ഓർത്തു വെക്കുക. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഓസ്ട്രേലിയയുമായി ധാതു കരാറിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? US ആണ്. അപ്പോൾ US-ഉം ഓസ്ട്രേലിയയും തമ്മിലാണ് ഒരു ധാതു ഖനന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരാറിൽ US-ന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും അതേപോലെ ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആന്റണി അൽബനീസുമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. സൂര്യന്റെ കൊറോണൽ മാസ് എജക്ഷൻ ചന്ദ്രനിൽ ചെലുത്തുന്ന സ്വാധീനം ആദ്യമായി നിരീക്ഷിച്ച ചന്ദ്രയാൻ 2-ന്റെ പേലോഡ് ഏതെന്നാണ്? CS2 എന്നുള്ള പേലോഡാണ്. ചന്ദ്രയാൻ 2 എന്നാണ് വിക്ഷേപിച്ചതെന്ന് നമ്മൾ നോക്കി. 2019 ജൂലൈ 22-നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്.
അപ്പോൾ ചന്ദ്രയാൻ 2-ന്റെ ഈ ഒരു പേലോഡ് ചേസ് 2 എന്നുള്ള പേലോഡാണ് ഇപ്പോൾ എന്താണ് സൂര്യന്റെ കൊറോണൽ മാസ് എജക്ഷൻ ചന്ദ്രനിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണെന്നുള്ളത് നിരീക്ഷിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025 US ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആരെന്നാണ്. മാക്സ് വെസ്റ്റപ്പൻ ആണ് 2025 US ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. അടുത്തിടെ നീന്തൽ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരെന്നാണ്. ഐരാറിനെ ടിറ്റുമസ് ആണ്. എന്താണ് ഇനി എന്താണ് നീന്തൽ മത്സരങ്ങളിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 8 ഒളിമ്പിക്സ് മെഡലുകളാണ് ആകെ നേടിയിട്ടുള്ളത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു ഭാഗ്യചിഹ്നമായിരുന്നു. സാഫ് സീനിയർ ചാമ്പ്യൻഷിപ്പ് 2025 ഭാഗ്യചിഹ്നം ഏതെന്ന് നോക്കി. ദാൽമയാണ് ഭാഗ്യചിഹ്നമായി വരുന്നത്. ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണ്? ജാർഖണ്ഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരെന്നാണ്. ഓർത്തുവെക്കുക, ഏകനാഥ് വസന്ത് ചിറ്റ്നിസ് ആണ്. അപ്പോൾ അദ്ദേഹം എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിലൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ സ്ഥലമായിട്ട് കേരളത്തിലെ തുമ്പയെ തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹം വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. 1981 മുതൽ 1985 വരെ അദ്ദേഹം ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 1985 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2025 ഒക്ടോബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. ഓപ്ഷൻ എ 136, ഓപ്ഷൻ ബി 132, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 130. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്. ഓപ്ഷൻ എ 110, ഓപ്ഷൻ ബി 102, ഓപ്ഷൻ സി 127, ഓപ്ഷൻ ഡി 111. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025 ചെറുകാട് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏഴാച്ചേരി രാമചന്ദ്രനാണ് 2025 ചെറുകാട് പുരസ്കാരം ഒരു പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസരം നയം തയ്യാറാക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ ആരായിരുന്നു എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ആശാ മേനോൻ ആണ്. ജസ്റ്റിസ് ആശാ മേനോൻ ആണ് ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി കൂടിയായിരുന്നു ആരാണ്? ആശാ മേനോൻ. അപ്പോൾ ആശാ മേനോൻ ആണ് ഈ ഒരു കമ്മിറ്റിയുടെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.